അയ്യപ്പേട്ട, ഭാസ്കര കാരണവർ വധക്കേസ് പ്രതിയായിട്ടുള്ള ഷെറിന് വേണ്ടിയിട്ടുള്ള ശിക്ഷാ ഇളവിന്റെ ഫയൽ അത് ഗവർണർ ഇപ്പോൾ തിരിച്ചയച്ചിട്ടുണ്ട്. അപ്പോൾ ഷെറിന് വേണ്ടി മാത്രമല്ല സത്യത്തിൽ CPM ഈ ഒരു ഫയല് ഗവർണർക്ക് മുന്നിലേക്ക് വെച്ചത്, സത്യമല്ല? അതായത് CPM എന്നല്ല, ഈ മന്ത്രിസഭയുടെ കൂട്ടായ തീരുമാനമാണ്. അപ്പൊ അതിപ്പോ CPMന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുക്കലേക്ക് ഈ ശുപാർശ എത്തിച്ചത് ഘടകകക്ഷികളിൽ ഒരു പ്രമുഖനായ വ്യക്തി, ഒരു പ്രമുഖനായ മന്ത്രിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, പകൽ പോലെ വ്യക്തം. അപ്പോൾ അതിപ്പോ നമ്മൾ പോകുന്നതെന്ന് പറയേണ്ട കാര്യം അദ്ദേഹത്തിന് അതൊരു ഒരു വിഷയമേ അല്ല, ഒരു ഭൂഷണമായിട്ട് കരുതുന്ന ആളാണ്. അപ്പോൾ ഇതില് ഈ പറയുന്ന പോലെ ഷെറിൻ എന്ന തടവ് പുള്ളി, ഭാസ്കര കാരണവർ കൊലക്കേസുമായി ബന്ധപ്പെട്ടുള്ള ഈ തടവ് പുള്ളിയെ വധശിക്ഷയിൽ ഇളവ് നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് 12 ഇന മാർഗരേഖ മന്ത്രിസഭ ഗവർണർക്ക് ശുപാർശയായിട്ട് അയച്ചു. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഷെറിന്റെ ഒരു തടവ് പുള്ളിക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തടവ് പുള്ളികളിൽ ഇന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുള്ള ശുപാർശയിൽ പറയുമ്പോൾ അതിൽ ഷെറിനും കൂടെ ഉൾപ്പെടുത്തുക. ഷെറിന്റെ പേര് വരുമ്പോൾ ഷെറിന് എത്ര കൊല്ലം തടവ് ശിക്ഷ അനുഭവിച്ചു, പിന്നെ അത് മാത്രമല്ല പരോൾ എത്ര കിട്ടി, എന്താണ് ഇവരുടെ ശിക്ഷ, എന്തൊക്കെയാണ് ഇവർക്ക് പിന്നെ ശിക്ഷ വിധിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജയിൽ പുള്ളിയാണെങ്കിൽ അത്തരം കാര്യങ്ങളുണ്ടാകും. അപ്പോൾ ഷെറിന് നൽകാൻ ഉദ്ദേശിക്കുന്ന ഈ പറയുന്ന ശിക്ഷ ഇളവ് എന്ന് പറയുന്നത് ഷെറിനേക്കാളും ജയിൽവാസം അനുഭവിച്ച പല തടവ് പുള്ളികളും ഇവിടെ ഈ ജയിലിലുണ്ട്. അവരെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ഇവർക്ക് ഈ കൺസർവേഷൻ കൊടുക്കുമ്പോൾ അതൊരു ചോദ്യചിഹ്നമായി വരും. അതാണ് ഇവിടെ ഗവർണർ പിടിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഗവർണർ ആർലേക്കറിന്റെ അടുത്ത് ഇത് വരുന്നതിന് മുമ്പ് തന്നെ ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുമ്പോഴും ഈ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഇത് തടഞ്ഞു, ഓർമ്മയുണ്ടാവും, അന്ന് ഇത് തടഞ്ഞതാണ്. അന്ന് ഈ പറയുന്ന രീതിയിൽ ഇതിനകത്ത് എത്ര തന്നെ ഗോപ്യമായി ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഈ സർക്കാരും മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഒക്കെ ശ്രമിച്ചാലും നമുക്കത് പുറത്തറിയും, ഇത് പുറത്തു വരും. ഇത് ഇവർ വിചാരിച്ച് ഷെറിന് ഇറങ്ങിക്കഴിയുമ്പോഴേ അറിയുള്ളൂ, അത് പുറത്തു വന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന മാർഗരേഖ ഗവർണർ ഒരു ചതിവ് ഗവർണർക്ക് മണത്തിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ ഇതിനകത്ത് നമുക്ക് വ്യക്തമാക്കേണ്ടി വരും. ഈ പറയുന്ന രീതിയിൽ ഷെറിൻ എന്ന തടവ് പുള്ളിയുടെ ബാക്കി തടവ് പുള്ളികളുടെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പൊതുവിൽ ഒരു ശിക്ഷാ ഇളവ് വരുമ്പോൾ ഇനി അടുത്തത് മറ്റു ചില തടവ് പുള്ളികളെ കൂടി മനസ്സിൽ കണ്ടുകൊണ്ട് മറ്റൊരു മാർഗരേഖയ്ക്ക് ശ്രമിക്കില്ല എന്ന് ആര് കണ്ടു എന്ന ഒരു ദീർഘവീക്ഷണം രാജ്ഭവനുണ്ടായി, ഗവർണർക്കുണ്ടായി. അത് മറ്റൊന്നുമല്ല, വളരെ കേരളം ഞെട്ടിയ TP വധക്കേസിലെ പ്രതികൾ ഇപ്പോഴും കേരളത്തിലെ പല ജയിലുകളിലും കിടക്കുന്നുണ്ട്. ഈ ജയിലുകളിൽ വെറുതെ കിടന്ന് മാനസാന്തരം ഉണ്ടാകുന്ന ആൾക്കാരൊന്നുമല്ല ഇവരൊന്നും. ഇവർ ഈ തടവ് പുള്ളികൾ എന്ന് പറയുന്ന ആരൊക്കെയാ പറയണ്ടല്ലോ, പ്രത്യേകിച്ച് കൊടിസുനി, കിർമാണി മനോജ്, പിന്നെ വേറെ ആരൊക്കെയുണ്ട്, പേരുകളൊക്കെ എല്ലാം പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല, ക്ഷമിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കുപ്രസിദ്ധ ക്രിമിനലുകൾ ജയിലിൽ കിടക്കുമ്പോൾ അവർ ഈ പറയുന്ന ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് തലവേദനയാണ്. അപ്പോൾ അവരെ കൂടെ പുറത്തിറക്കണം ഈ ഭരണം തീരുന്നതിന് മുമ്പ്. അതിനെന്തൊക്കെ ചെയ്യാമെന്ന് റിസർച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആര്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പല വിദഗ്ധ സംഘവും. കൊടിസുനി, കിർമാണി മനോജ്, പിന്നെ വേറെ ഏതൊക്കെ ആൾക്കാരുണ്ടോ അവരെ ഇറക്കുന്നതിനും മാനദണ്ഡം ഉണ്ടാവണം. അപ്പൊ ഇത്തരത്തിൽ ഷെറിന്റെ കേസിലൂടെ ഒരു ഇളവ് വരുമ്പോൾ ആ ഇളവിനകത്ത് കുത്തി തിരികെ വെച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മളിപ്പോ ആ പറയുന്ന ഓർഡർ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല, അവിടെ ഗവർണറുടെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ദീർഘവീക്ഷണം രാജ്ഭവനുണ്ടായി, ഗവർണർക്കുണ്ടായി. അതൊരു വൻ ചതിവാണെന്ന് അവർ മനസ്സിലാക്കി. ഒരു ഷെറിനെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോൾ ഈ കൊടും ക്രിമിനലുകൾക്ക് പുറത്തിറങ്ങാനുള്ള വഴി ഈ സർക്കാർ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് സംശയിക്കുന്നു. അത് തന്നെയാണ് ഇത് പിടിച്ചു വെച്ചതിന്റെ കാരണം. തീർച്ചയായും അത്തരത്തിലൊരു പണി ഇവർ ചെയ്യും. കാര്യം ഇവർക്ക് ഇരിക്കുന്ന ഈ സീറ്റിൽ ഇവർക്ക് ഇരിക്കാൻ കഴിയില്ല. ഇവർ കൂടെ അറിഞ്ഞുകൊണ്ട് ആണ് ഈ പറയുന്ന വ്യക്തികൾ ഈ പറയുന്ന കാര്യം, ഈ പറയുന്ന ചെയ്ത്തുകളൊക്കെ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ ഇതിനകത്ത് കിടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ, ഞങ്ങൾക്ക് പുറത്തിറങ്ങണം എന്ന് പറയാതെ പറയുന്നത് കൊണ്ടാണ് ഈ പറയുന്ന നിയമങ്ങളെല്ലാം ഇവരുണ്ടാക്കുന്നത്. അത് സത്യമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഗവർണർ ഇതിന്. പിണറായി വിജയനോ അല്ലെങ്കിൽ ഈ മന്ത്രിസഭയെ ആകെ പിടിച്ചുലയ്ക്കുന്നുണ്ട് ഈ പറയുന്ന തീർച്ചയായിട്ടും എല്ലാ എന്താ പറയാ കൊടും കുറ്റവാളികൾ എല്ലാവരും തന്നെ. തീർച്ചയായിട്ടും അപ്പോ അവരുടെ പേരിൽ അവരവിടെ ഇരുന്നുകൊണ്ട് ജയിലിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ എല്ലാ ബിസിനസ്സുകളും നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും
അവർക്ക് പിന്നെ പെട്ടെന്ന് മുഖ്യമന്ത്രിയോട് ഇത്തരത്തിൽ ഞങ്ങൾക്ക് പുറത്തിറങ്ങണം എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറയാൻ സാധിക്കും. അവരുടെ ആവശ്യം, അതായത് മുഖ്യമന്ത്രി ഇക്കാര്യങ്ങളിലെല്ലാം ഇവർക്ക് വേണ്ട സംരക്ഷണം ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന എല്ലാവരും തന്നെ ജയിലിനുള്ളിൽ കഴിയുന്നത്. അവരുടെ ഒരാവശ്യം പോലും അവിടെ നിരാകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണല്ലോ അവരവിടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നതും ഫുഡിന്റെ കാര്യത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതും സിഗരറ്റ് വലിക്കുന്നത്, മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ അവരുടെ ആവശ്യ സമയത്തെല്ലാം അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് പരോൾ കിട്ടാതിരിക്കുന്നത്. പിന്നെ എന്തിനാണ് അവർ മുഖ്യമന്ത്രിയെ ഇത്തരത്തിൽ വേട്ടയാടേണ്ടി വരുന്നത്? പ്രജിത എന്തായി പറയുന്നത്? കണ്ണൂരുകാർ, ഈ പറയുന്ന കൊടും കൊലപാതകം ചെയ്തവര്, അവർക്ക് മുഖ്യമന്ത്രിയുടെ കൂടെ പറയാൻ അധികമൊന്നും സമയം വേണ്ട. അവരവിടെ നിന്നൊന്ന് അനങ്ങിയാൽ മതി. മുഖ്യമന്ത്രിക്ക് അറിയാം അവർ ഇന്നതിനാണ്. അവർ വെറുതെ ഒന്ന് നടന്നാൽ അറിയാം അവൻ ആവശ്യപ്പെടുന്നത്. ശരീരഭാഷ മനസ്സിലാക്കുക എന്ന് പറഞ്ഞൊരു ശാസ്ത്രമുണ്ട്. ശരീരഭാഷ അറിയാവുന്നത് കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങളെല്ലാം നടപ്പാക്കുന്നുണ്ട്. ആ കാര്യം മാത്രമാണോ അവർക്ക് പുറത്തിറങ്ങണ്ടേ? ഇത് ആർക്ക് വേണ്ടി ചെയ്തത്? ഈ പാർട്ടിക്ക് വേണ്ടിയല്ലേ ചെയ്തത്? ഈ പാർട്ടിയെ വെല്ലുവിളിച്ച ഒരു നേതാവിനെ കൊല ചെയ്തത് പാർട്ടി അറിയാതെ ചെയ്യും? ഇവരെത്ര പറഞ്ഞിരുന്നാലും പാർട്ടി അറിയാതെ ഒന്നും അത് ചെയ്യൂല. അങ്ങനെയൊന്നും ആർക്കും പറയാനൊന്നും പറ്റൂല. അവർക്ക് അറിഞ്ഞുകൊണ്ട് അവർ കൂടെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ പാർട്ടി കൂടെ അറിഞ്ഞുകൊണ്ടൊക്കെ ചെയ്ത് തന്നെയാണ്. അത് ഈ ലോകത്തിന് അറിയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന ആഭ്യന്തരമന്ത്രി ഇവിടെ കേരളം ഭരിച്ചതുകൊണ്ട് ഈ കൊടും കുറ്റവാളികളെ പിടിച്ചു. ഇല്ലെങ്കിൽ ഇവിടെ പിടിക്കുമായിരുന്നു. അപ്പോഴത്തേക്ക് മാറ്റിയല്ലോ അദ്ദേഹത്തിന് മാറ്റിയല്ലോ. മാറ്റിയിട്ട് രമേശ് ചെന്നിത്തല വന്നല്ലോ. എന്തുകൊണ്ട് ഉമ്മൻചാണ്ടിക്കെതിരെ സമരം ആ സെക്രട്ടേറിയറ്റ് വളങ്ങി ഇവരെല്ലാവരും എത്ര CPM-മാർ വന്ന് കിടന്നല്ലോ. ഒരു ദിവസം കിടക്കുന്ന മുമ്പ് ആ ചർച്ച സോൾവ് ആ സമരം തീർന്നല്ലോ. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ സമൂഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ പാർട്ടി കൂടെ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങളെ, ചെയ്ത്തുകളെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതിന് എത്ര മാറ്റി വെച്ചാലും എത്ര ചെയ്തില്ലെന്ന് പറഞ്ഞാലും TP വധത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്ന് കേരള സമൂഹത്തിന് അറിയാം. പിന്നെ നമ്മളെല്ലാം മറന്നുപോകും. ജനം, ഈ നമ്മുടെ മനുഷ്യനൊരു സ്വഭാവമുണ്ട്. ഇന്ന് ചെയ്യുന്നത് നാളെ മറന്നുപോകുന്ന മറവി രോഗം, മറന്നു പോകുന്നത് കൊണ്ടാണ് ഈ 3.0 സ്വപ്നം കാണുന്നത്. എന്ത് ചെയ്ത്തുകൾ ചെയ്തിരുന്നാലും 3.0യിലേക്ക് ഞങ്ങൾ വരുമെന്ന് പറയുന്നത് ഇന്ന് നടക്കുന്നതിൽ ശ്രദ്ധ പോയി പഴയത് മറന്നു പോകും. മനുഷ്യൻ അങ്ങനെയാണ്. അത് ഇവർക്കറിയാം. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പറയുന്ന പോലെ പിന്നെ ഈ പറയുന്ന ഈ കൊടും ക്രിമിനലുകളെ ഇറക്കേണ്ടത്. അവർക്ക് കഴിക്കാൻ ചിക്കനും മട്ടനും, ചിലപ്പോൾ വലിക്കാൻ സിഗരറ്റും, കളിക്കാൻ ചീട്ടും എല്ലാം കിട്ടുമായിരിക്കും. അതൊക്കെ മതിയോ അവരെ സംബന്ധിച്ച്? അവർ കൂടെ അറിഞ്ഞുകൊണ്ടല്ലേ ഇതെല്ലാം നടന്നത്. അപ്പൊ ഞങ്ങളെ ഇറക്കണം, 10 കൊല്ലം ഭരിച്ചല്ലോ, എന്താ ഞങ്ങൾക്ക് ചെയ്തു തരാത്തെ എന്നവർ ചോദിക്കുന്നുണ്ട്. അതറിയാം. അത് ഈ പറയുന്ന ഭരണത്തലപ്പത്തിരിക്കുന്നവർക്ക് അറിയാം. അതുകൊണ്ട് അവരത് ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർ ചെയ്തേ പറ്റൂ. അതിനൊരു മറയായി ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുന്നു. ആ നിയമം കയ്യോടെ പിടിച്ചിരിക്കുന്നു. അവിടെയാണ് ഗവർണറുടെ ദീർഘവീക്ഷണം. ആ ദീർഘവീക്ഷണത്തിൽ പെടും, പൂട്ടുക തന്നെ ചെയ്യും. ഇനി നിങ്ങൾ നോക്കിക്കോളൂ, ആർജവമുള്ള ഒരു സർക്കാരാണ് വരുന്നെങ്കിൽ, നട്ടലുള്ള, വാഴപ്പിണ്ടി അല്ലാത്ത നട്ടലുള്ള, നല്ല നട്ടലുള്ള ഒരു ഗവൺമെന്റാണ് വരണമെങ്കിൽ ഇതിന്റെ ചുള്ളെല്ലാം അഴിയും. പിന്നെ നീണ്ട 10 വർഷം കഴിഞ്ഞു പോയി. അതുകൊണ്ട് നമുക്കിനി പറയാൻ പറ്റില്ല. ഏതായാലും തിരുവഞ്ചൂർ ഇരുന്നുകൊണ്ട് ഈ പറയുന്ന കൊടും ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിലും ജനം അറിഞ്ഞു. ഇല്ലെങ്കിൽ ഈ പറയുന്ന പാർട്ടി നടത്തിയിട്ടുള്ള പല കൊലപാതകങ്ങളും ആളെ വെച്ച് അവർ ചെയ്തിട്ട് പ്രതി അവർ ഉണ്ടാക്കി കൊടുക്കുകയല്ലേ ചെയ്യുന്ന. കൊലപാതകം ചെയ്തതല്ല, പ്രതി നിൽക്കുന്നു പറഞ്ഞ് ഇട്ടുകൊടുക്കുകയല്ലേ. എന്നിട്ട് അവന്റെ വീട്ടിലെ ചെലവും കാര്യങ്ങളും ഇവരാണ് നോക്കുന്നത്. അതെ, എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സർക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് അതിൽ പിന്നെ ഈ പറയുന്ന സമൂഹത്തിന് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമോ എന്ന് പ്രേത ചോദിക്കുന്നതിൽ ഇതാണ് എന്റെ ഉത്തരം. പ്രേത ചോദിക്കുന്നത് ഷെറിൻ നല്ല നടപ്പുകാരിയായി എന്നൊക്കെയാണ് പറയുന്നത്. ഷെറിൻ നല്ല നടപ്പുകാരി ആയിരിക്കാം. ഷെറിന് വേണ്ടി ഒരു വാദം ഒരു പ്രമുഖനായ സുമുഖനായ കൊട്ടാരക്കരക്കാരനായ മന്ത്രി അത് പറയുമ്പോൾ അതിലെന്തെങ്കിലും തങ്ങൾക്ക് നേട്ടമുണ്ടോ എന്നേ CPM-കാർ നോക്കുള്ളൂ. അതായത് പാർട്ടി പ്രത്യേകിച്ച് കണ്ണൂർ, പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി കണ്ണൂർ മാത്രമേ ഉള്ളൂ. കണ്ണൂർത്തെ CPM-കാരാണ് CPM-കാർ, ബാക്കിയുള്ളവരും CPM-കാരല്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കണം. അതിനുവേണ്ടി ഇതിൽ നമുക്ക് എന്ത് കാണാം, അതാണ് കണ്ടിരിക്കുന്നത്. അത്രയേ ഉള്ളൂ, അല്ല വേറൊന്നുമില്ല.